തിരുവനന്തപുരം കൈമനത്ത് ഒരു സ്ത്രീയുടെ ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു വാഴത്തോട്ടത്തിലാണ് കാണപ്പെട്ടത്. കരിമം സ്വദേശി ഷീജയാണ് കത്തിക്കരിഞ്ഞതെന്ന് പിന്നീട് പോലീസ് വന്ന് അന്വേഷിച്ചതിന് ശേഷം കണ്ടെത്തി. കൂടെ താമസിച്ചിരുന്ന സജികുമാർ എന്ന് പറയുന്ന ഒരു പയ്യൻ, ആ പയ്യന് 32 വയസ്സ്, ഷീജയ്ക്ക് 50 വയസ്സ്. അപ്പോൾ ഷീജയ്ക്ക് നല്ല പ്രായമുണ്ട്. ഇവർ തങ്ങളിൽ കുറച്ച് നാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വഴക്കാണ്. എന്നാലും കൂടുതലും ഷീജ നിൽക്കുന്നത് ഹോസ്റ്റലിലാണ്. ഉള്ളൂർ അവിടെ ഒരു ഹോസ്റ്റലിലാണ്, അതുപോലെ ഒരു തുണിക്കടയിലാണ്. ഈ സജികുമാർ എന്ന് പറയുന്ന പയ്യൻ പല സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളതായിട്ടും പറയുന്നു. അതുപോലെ എപ്പോഴും സജികുമാറും ഷീജയുമായിട്ട് കഴിഞ്ഞിരുന്ന സമയത്ത് ഫോണിൽ നഗ്നചിത്രങ്ങളൊക്കെ പകർത്തി അവിടെയുള്ള ഉള്ളൂരുള്ള ഓട്ടോക്കാരന്മാർക്ക് ഫുൾ അയച്ചു കൊടുത്തതായിട്ട് ഇവൻ കൂടെ പറയാറുണ്ട് സജികുമാർ. അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഷീജയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന സ്വഭാവം ഇവനുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊന്നും ഇല്ല, ഇവരിങ്ങനെ താമസിക്കണമെങ്കിലും മക്കളോ അങ്ങനെയൊന്നുമില്ല. സജികുമാറിന് എപ്പോഴും ഷീജ പണം കൊടുത്തുകൊണ്ടിരിക്കണം. ഷീജയ്ക്കാണെങ്കിലോ തുച്ഛമായ, ഒരു തുണിക്കടയിലൊക്കെ നിന്നാൽ നമുക്കറിയാമെന്നുള്ളതാണ്, തുച്ഛമായ സാലറി, ചിലപ്പോൾ 6000 7000 ഇങ്ങനെയൊക്കെയാണ് കിട്ടണത്. അമ്മ വേറെ എവിടെയാണ് ജോലിക്ക് നിൽക്കണത്. അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴും ഷീജയ്ക്ക് ഉള്ളതൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ ഷീജ അങ്ങോട്ടും അമ്മയ്ക്ക് കൊടുക്കാറുണ്ട്. അത് അമ്മ പറയുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ ഷീജയുടെ അമ്മയും ഷീജയുടെ അമ്മയുടെ വീട്ടിലില്ലായിരുന്നു, അവരെവിടെ ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ ഈ സജികുമാർ നിരന്തരം ഇവളെ ശല്യം ചെയ്യുമായിരുന്നു. ഇപ്പോൾ സജികുമാർ വേറൊരു സ്ത്രീയായിട്ടാണ് കഴിയണത് എന്നുള്ളത് ഈ ഷീജയ്ക്ക് അറിയാമായിരുന്നു. ഷീജ എന്തോന്ന് ചെയ്ത് ഷീജയുടെ അടുത്ത് 50,000 രൂപ ചോദിക്കുകയും അത് എവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, മറ്റേ കൂടെ താമസിച്ചിരിക്കുന്ന സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ അടുത്ത് പണം ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവളെ കയ്യിൽ എവിടെ നിന്ന് കൊടുക്കാൻ പണമില്ല. അവൾക്ക് കിട്ടുന്ന തുച്ഛമായ സാലറി അല്ലേ, അതിൽ അവൾക്ക് അവളവിടെ ഒരു ഹോസ്റ്റലിലാണ് നിൽക്കണത്. ടെക്സ്റ്റൈൽസിലായിരിക്കും നിൽക്കുന്നത്, തുണിക്കടയിൽ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ സാലറി കൊണ്ട് ഈ ഹോസ്റ്റലിലാണ് അവൾ താമസിക്കണം. അപ്പോൾ ഈ ഹോസ്റ്റൽ വാടകയൊക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഫുഡ് അങ്ങനെയൊക്കെ കഴിക്കണം. അപ്പോൾ തുച്ഛമായ ഈ സാലറിയിൽ ഇവൻ കൂടെ ഒന്നും കൊടുക്കാൻ നിവർത്തില്ല. ഇവൻ കൂടെ വന്നിങ്ങനെ പണത്തിന് ശല്യം ചെയ്യുമായിരുന്നു. ഇവൻ ഓട്ടോ ഓട്ടിപ്പാണ്. ഈ സജികുമാറിൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകൾ കേൾക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇന്നലെ രാത്രി 10 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. വാഴത്തോട്ടത്തിൽ ഈ സജികുമാറിൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ തന്നെ വാഴത്തോട്ടത്തിൽ ഒരു ഭയങ്കരമായിട്ടൊരു തീ അങ്ങ് ആളിപ്പടരുന്ന, അത് സജികുമാറിൻ്റെ അനുജന്മാർ, 2 അനുജന്മാർ വീട്ടിലുണ്ടായിരുന്നു. അവർ 3 മക്കളാണ്. അതിൽ ഒരാൾ ഈ കത്തുന്നത് ഒരാൾ ഇങ്ങനെ കണ്ടും കൊണ്ട് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് അച്ഛാതോ എന്തോ കത്തുന്നു എന്ന് പറഞ്ഞും കൊണ്ട് മതിലിൻ്റെ അവിടെ വന്ന് നിന്ന് നോക്കുകയും എന്നിട്ട് അച്ഛനെയൊക്കെ വിളിച്ചു. അപ്പോൾ ഈ ഷീജ എന്തോന്ന് ചെയ്ത് 2 പ്രാവശ്യവും 3 പ്രാവശ്യവും അമ്മ എന്നിങ്ങനെ ആ തീ കത്തിപ്പടരുന്ന സമയത്താണ് ഈ സജികുമാറിൻ്റെ അമ്മ പറയണത്, അമ്മയും അച്ഛനും പറയുന്നത് എന്തോന്നാണ്, മോൻ അവിടെ ഇല്ലായിരുന്നു, ഓട്ടോ ഓടിപ്പാണ്, ഓട്ടോ ഓടിയിട്ട് സംഭവം ആൾ വീട്ടിൽ വന്നില്ലെന്നാണ് പറഞ്ഞത്. മിക്കവാറും ഇവളെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇവൻ തീ ഇട്ടതായിരിക്കാനേ ഉള്ളു സാധ്യത. ഇപ്പോൾ സജികുമാറിൻ്റെ അമ്മ ആദ്യം കുറച്ച് വാക്ക് പറയുന്നുണ്ട്, അത് കേൾക്കാം. ബന്ധമുള്ള കാര്യം അറിയായിരുന്നു, നമുക്ക് അറിഞ്ഞൂടാ മോനെ. ഇതൊന്നും അവളെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതുവരെയും കണ്ടിട്ടില്ല. ഇപ്പോൾ അത് മുഖം ശരിക്കും സാറ് ഫോട്ടോയിൽ കാണിച്ചു തന്നിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല. ഇവിടെ അങ്ങനെ വരക്കവും ഇല്ല. പിന്നെ ഇവ അങ്ങോട്ട് പോകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ മോനെ, അറിയില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എത്ര മണിയായിരുന്നു അച്ഛൻ? ഒരു 10 മണിയാവുമെന്ന് തോന്നുന്നു. ഉദ്ദേശം വിളിക്കാൻ കാണാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2 വിളി വിളിച്ചു, അമ്മോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ആള് കത്തിയതാണ്. ഞാൻ അവിടെ തന്നെ മോൻ TV-യുടെ അടുത്തിരുന്ന് മോനെ വിളിച്ച് അവിടെ ചെന്നപ്പോൾ അവർ ഗേറ്റ് പൂട്ടി. പിന്നെ അവരെ വിളിച്ച് ഗേറ്റ് തുറന്ന് അപ്പോൾ മതിലിൽ കൂടെ നോക്കിയപ്പം കത്തിക്കൊണ്ട് നിൽക്കുന്നേ. സജികുമാർ അവിടെ ഉണ്ടായിരുന്നോ, കണ്ടിരുന്നോ? ഇല്ല, സജികുമാറൊന്നും ഇല്ല. ഇന്ന് രാവിലെയാണ് വന്നത്. അവൻ ആരോഗ്യം പോയിരുന്നത്.
സംഭവം അവൻ തീയിട്ടിട്ട് അവൻ പോയി. ഇന്നലെ ഓട്ടോ ഓടി കഴിഞ്ഞ് രാത്രി ഇങ്ങോട്ട് വന്നില്ല വീട്ടിൽ. ഒരു കാറും കൊണ്ട് പോയിരുന്നു പറഞ്ഞു നാഗരൂരില്. നാഗരികോവില് കാറും കൊണ്ട് പോയിരുന്നെന്ന് ഇന്ന് രാവിലെ പറഞ്ഞു. ബന്ധങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതൊക്കെ വെറുതെ. 1.5 മാസം വെളിയക്കാടയിലായിരുന്നു. ഇന്ന് 18 ദിവസമായുള്ളൂ വന്നിട്ട്. പിന്നീടുള്ള ഇവിടെ ഒന്നും ആള് വന്നിട്ടില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അച്ഛനും അമ്മയും പറയണ അവർക്ക് അറിഞ്ഞൂടാന്നാണ് പറയണ. അവൾ അവിടെ എങ്ങും വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഷീജയുടെ അമ്മ കുറച്ച് കാര്യങ്ങൾ അമ്മയും പറയുന്നുണ്ട്. അവരവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്. അവർ ജോലിക്ക് അങ്ങാണ്ടേക്ക് പോകുമായിരുന്നു. വയറ്റിപ്പഴപ്പല്ലേ, അങ്ങനെയൊക്കെ പോയി കൊണ്ടുവരണതായിരിക്കും. പക്ഷേ ഇത് യവൻ വിളിച്ചിറക്കിക്കൊണ്ട് പോയി കൊന്നതായിരിക്കാനേ ഉള്ളു സാധ്യത. ഫുള്ള് CCTV ഉള്ള ഏരിയയാണ്. ഈ സജികുമാറിൻ്റെ വീട്ടിൻ്റെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ CCTV ഉണ്ട്. പക്ഷേ ആ വഴിയൊന്നും അല്ല ഇവള് വന്നതായിരുന്നാലേ യവൻ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. അതിൻ്റെ ബേക്ക് വശത്തൂടെ അവിടെ ഫുള്ള് വാഴത്തോട്ടമാണ്. അപ്പോൾ അങ്ങോട്ട് CCTV കാണില്ല. അതുവഴി വന്ന് ആയിരിക്കും അവിടെ തീയിട്ടത്. പക്ഷെ വാഴകളൊന്നും കത്തിക്കരിഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല. കൊലപാതകമായിരിക്കും. ഷീജ അങ്ങനെ ചെയ്യൂല, അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യൂല എന്നുള്ളത് അവരെ ബന്ധുവാണ് ഷീജയുടെ. വിശ്വാസമാണ്. ഒരു ദിവസം ഈ നെഞ്ചെല്ലാം നീര് കെട്ടി ഇങ്ങനെ വന്നത്. ഞാൻ കേട്ട എന്ത് മക്കളെ വന്നത്, അത് ആശുപത്രി പോവാൻ മഴയ്ക്ക് നെഞ്ചു വേണം. ഞാൻ പറഞ്ഞു എന്ത്, അത് കടവ് തുറന്നപ്പോ വന്ന് ഊരി വീണു. കതവ് തുറന്നപ്പോ വീണതല്ല, അത് അവൻ അടിച്ചതാണ്. അവൻ അടിക്ക് ഉപദ്രവിക്കുമായിരുന്നു. ഈ സജീരെ വീടും ഹോസ്റ്റലും ആയിട്ടൊക്കെ അവിടെ അടുത്തടുത്താണ് വരണത്. ആ ഉള്ളൂര് ആ ഭാഗം എവിടെയും കണ്ടേണ്, ജംഗ്ഷൻ ഭാഗമാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലമല്ല, ഇവർ ബേക്ക് വശത്തൂടെയാണ് വന്ന് എന്തായാലും കൊന്നിരിക്കുന്നത്. ഇവിടെ ഇടയ്ക്കേ വരാറുള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ വരും. ഇടയിൽ ഞാൻ അവളെ കടയിൽ വരും, എന്തെങ്കിലും കൊടുത്തും എനിക്കും തരും. അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് ഇന്ന് വരാൻ പറഞ്ഞിരുന്നതാണ്. എനിക്ക് അവിടെ കല്യാണത്തിന് ഇടാൻ ഡ്രസ്സൊക്കെ എടുത്ത്, ബ്ലൗസ് പീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മ വാ എന്ന് പറഞ്ഞ്. ഇടയ്ക്ക് അവനുമായിട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി. എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ വെളുപ്പിലേ വരട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ കേട്ടത് ഇതാ. ഈ സജിയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ ഷീജ? അവൻ വിളിച്ച് ശല്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. അപ്പോഴും 50,000 രൂപ ചോദിച്ചൊന്നും കൊടുക്കാനില്ല അവളെ കയ്യില്. ഇപ്പോഴൊക്കെ അവർ മാറി നിൽക്കുകയാണ്. അപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന് പറയണ 50,000 രൂപ ചോദിച്ചെന്ന് പറയണ്. അപ്പോൾ ഇവളെ കൊടുക്കാനില്ല എന്ന് പറയണ്. അവൻ വേറെ സ്ത്രീകളുമായിട്ട് പരസ്ത്രീ ബന്ധമുള്ളതും അതുപോലെ അവൻ്റെ കൂടെ വേറെ സ്ത്രീ ഉള്ളത് കൊണ്ടും ഇവളിങ്ങനെ അകന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ കൂടെ ഇപ്പം താമസിക്കുന്നവളെ കൊണ്ട് ചീത്ത വിളിപ്പിച്ച് അവളെ വിളിച്ച് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവര് തമ്മിൽ എങ്ങനെയാ ബന്ധം? അമ്മയ്ക്ക് അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ? അവനുമായിട്ട് സംസാരിക്കില്ല. യവൻ വന്ന് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ടെന്ന് പറഞ്ഞു. അതേ പറഞ്ഞോളൂ. അമ്മ പറയണത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഞാൻ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കും എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയണ് അവൾ അങ്ങനെ ചെയ്യൂല, പറഞ്ഞെങ്കിലും അങ്ങനെ ചെയ്യൂല എന്ന് പറയുന്നു. അപ്പം യവനെ ദുരൂഹതയാണ്. യവനെ കാണാനുമില്ല. യവൻ ഇവള് മരിക്കണേ തീ ഇടണേൻ്റെ അന്ന് എന്ന് ഓട്ടം പോയിട്ട് വരണതാണ് ഉള്ളൂര്. അവിടെ വീട്ടിൻ്റെ ഭാഗം തന്നെ, അവിടെ അടുത്ത ആ സിറ്റിക്കകത്തുള്ള വീട് തന്നെ വരണതാണ്. അപ്പം അവൻ വന്നില്ല, അന്ന് വന്നില്ല. അപ്പം അമ്മക്ക് ചിന്തിക്കാന്നുള്ളേ ഉള്ളൂ, മിക്കവാറും കൊണ്ടുവന്ന് ഇവൻ നല്ലതുപോലെ സ്നേഹം നടിച്ച് കൊണ്ടുവന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് മിക്കവാറും പെട്രോൾ ഒഴിച്ച് അവൻ തീയിട്ടതായിരിക്കാൻ സാധ്യതയുണ്ട്. അവൻ എൻ്റെ ചേച്ചിക്ക് ഒരു മോനുണ്ട്. എൻ്റെ ബാക്കിയുള്ള മക്കളെ അറിയത്തില്ല. അതുകൊണ്ട് അവനെ കൊല്ലും എന്നവൻ ഇന്നലെ ഒരു 2-3 പ്രാവശ്യം വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. അത് പേടിയാണ്, അത് അവൾക്ക് പേടിയാണ്. അതാണ് അവിടെ കൂടുതൽ ഫീൽ ചെയ്തത്. ബന്ധുക്കാരെയൊക്കെ ഞാൻ ചെയ്യൂല അമ്മ, ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ പേടിക്കണ്ട, നേരം വെളുത്ത് വന്നാൽ മതി, നമുക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാന്ന് പറഞ്ഞ് ഇത്രയും തന്നെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് പൈസ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ബാക്കി പൈസ ഞാൻ അമ്മയ്ക്ക് 5000 രൂപ തരാനുള്ളത് തരാം എന്നൊക്കെ എൻ്റെ കൂടെ പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. എന്തായാലും അവള് കത്തി എരിഞ്ഞ് അവളാണെന്ന് ഷീജയാണെന്ന് പോലും അറിയാൻ വയ്യാത്ത വിധം കത്തി എരിഞ്ഞ് അമർന്ന് എല്ലാം കരിക്കട്ട പോലെ ആയി. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊണ്ടുപോകും. മറ്റോനെ പോലീസ് കസ്റ്റഡിയിലാണ്. ഇനി അവനെ ചോദ്യം ചെയ്യുമ്പോൾ അറിയാം.
യവനെയും അവനെ ഇപ്പം കൊണ്ട് നടക്കുന്ന ആ സ്ത്രീയെയും അവരൊക്കെ വിളിച്ചവളെ ചീത്ത വിളിക്കുമായിരുന്നു. ഷീജയെ വിളിച്ച് ഒരുപാട് ചീത്തകളൊക്കെ വിളിക്കുമായിരുന്നു. പിന്നെ നിരന്തരം പൈസകളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അതിലൊക്കെ ഉണ്ട് ദുരൂഹതകൾ. ഇനിയിപ്പോൾ അത് എന്തായാലും കുട്ടികളും മക്കളും കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭാഗ്യം. കുട്ടികളും കൂടെ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ അവരും കൂടെ അനുഭവിക്കേണ്ടിയിരുന്ന ഇതൊക്കെ. അപ്പം ആരും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. വേറൊന്നും പറയാനില്ല.